1986 തങ്കമണി കട്ടപ്പനയിലെ, ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയുടെ അടുത്തുള്ള തങ്കമണിയിൽ തങ്കമണി സംഭവം ഉണ്ടാവുകയും അതൊക്കെ ഞാൻ അന്നത്തെ പത്രങ്ങളിലൊക്കെയാണ് വായിച്ചത്. അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. പക്ഷേ ലൈഫിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല തങ്കമണിയിൽ ജീവിക്കുന്ന, തങ്കമണിയിൽ ജനിച്ചു വളർന്ന ഒരു കഥാപാത്രമായിട്ട് ഞാൻ പിന്നീട് അത് ഒരു സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ അന്നൊക്കെ തങ്കമണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ദൂരെയുള്ള ഒരു നാടാണ്. ഞാൻ ആലുവയിൽ പഠിക്കുകയും ഒരു വൈപ്പിൻ കരയും അല്ലെങ്കിൽ കൂടി വന്ന എറണാകുളം ജില്ല, പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് പോകാം, ഇങ്ങനെയൊക്കെ ഉള്ളൊരു ലോകമായിരുന്നു എൻ്റേത്. അന്ന് എന്നെ സംബന്ധിച്ച് കട്ടപ്പന എന്ന് പറഞ്ഞാൽ വളരെ ദൂരമുള്ള എവിടെയോ ഉള്ളൊരു സ്ഥലം, അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. പക്ഷേ ഈ സിനിമയുടെ കഥയുമായിട്ട് അല്ലെങ്കിൽ തങ്കമണി സംഭവത്തിനെ ബേസ് ചെയ്തൊരു കഥയുണ്ടെന്ന് രതീഷ് പറയുകയും രതീഷ് അതിനെക്കുറിച്ച് പറയാൻ വരികയും അപ്പോഴാണ് തങ്കമണി എന്ന് പറയുന്ന ആ ഗ്രാമത്തിൻ്റെ വേദനയെ, അതിൻ്റെ ആഴം എനിക്ക് മനസ്സിലാവുകയൊക്കെ ഉണ്ടായത്. പക്ഷേ ഇതിൽ ഞാൻ കണ്ടത് ഒരു വ്യത്യസ്തമായിട്ടുള്ളതെന്ന് വെച്ചാൽ റിയൽ ഇൻസിഡൻസിനെ ശരിക്കും ഒരു ഫിക്ഷനോട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു ഗംഭീര കഥ ഞാൻ കേട്ടു. അപ്പോൾ അത് ആബേൽ ജോഷുവ മാത്തൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് അയാളുടെ പ്രണയം, അയാളുടെ കുടുംബം, അയാളുടെ സൗഹൃദം എല്ലാം കൂടി ചേർത്ത് ആണ് ഈ സിനിമ കോർത്തിണക്കിയിരിക്കുന്നത്.